വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫീൽഡ് ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ എയിം. അപ്പം അതിനുവേണ്ടി സപ്പോസ് എൻ്റെ കയ്യിലൊരു പോളറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഇതാണ് അതിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പോളറൈസ്ഡ് മെറ്റീരിയൽ എന്ന് വിചാരിക്കാം. ഈ പോളറൈസ്ഡ് മെറ്റീരിയലിൻ്റെ പോളറൈസേഷൻ്റെ ഡയറക്ഷനാണ് ഇത് ഞാൻ ഈ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കറിയാം എങ്ങനെയാണ് ഒരു പോളറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ടാവുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. പോളാർ മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളാർ മെറ്റീരിയൽസും അതേപോലെ നോൺ പോളാർ മെറ്റീരിയൽസും. പോളാർ മെറ്റീരിയൽ ആയിക്കോട്ടെ നോൺ പോളാർ മെറ്റീരിയൽ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞു ഇതിന് രണ്ടിനും എന്തില്ല, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഫോർ എക്സാമ്പിൾ പോളാർ മോളിക്യൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിനും അല്ലെങ്കിൽ ആറ്റത്തിനും അവിടെ എന്തുണ്ട്, ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ റാൻഡം ഓറിയൻറ്റേഷൻ കാരണം നെറ്റ് ഡൈപോൾ മൊമെൻ്റ് അതിനില്ല. പിന്നെ നോൺ പോളാറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തില്ല, അവിടെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. കാരണം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സുകൾ എന്താണ്, കോയിൻസൈഡ് ചെയ്ത് കിടക്കുക എന്നുള്ള കണ്ടീഷനുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളെ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അണ്ടർഗോ പോളറൈസേഷൻ, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് നടന്നിട്ട് എന്ത് ചെയ്യും, അതിനൊരു പെർമനൻ്റ് അല്ല ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഏതൊരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഞാൻ എടുക്കുകയാണെങ്കിലും ഏതൊരു പോളറൈസ്ഡ് മെറ്റീരിയൽ ഞാൻ എടുക്കുകയാണെങ്കിലും ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ ഡൈപോളുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. എ പോളറൈസ്ഡ് മെറ്റീരിയൽ വിൽ കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് ടൈനി ഡൈപോൾസ്. അത്തരത്തിലുള്ള ഒരു ചെറിയ ഡൈപോളാണ് ഞാൻ ഈ കാണിച്ചിട്ടെന്ന് വിചാരിക്കാം. അതായത് ഡീറ്റോ എലമെൻ്റൽ വോളിയമുള്ള ഒരു ചെറിയ ഡൈപോളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്, അവർ എയിം ഈസ് ടു ഫൈൻഡ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോളറൈസ്ഡ് മെറ്റീരിയൽ ആണ് അല്ലേ. ഏതാണോ നമ്മുടെ മെറ്റീരിയൽ, ആ മെറ്റീരിയലിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, സപ്പോസ് R ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ R ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡ് കാണുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക് ഫീൽഡ് അല്ല ഞാൻ കാണാൻ പോകുന്നത്. ഞാനിവിടെ കാണാൻ പോകുന്നത് ദ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പോളറൈസ്ഡ് മെറ്റീരിയൽ അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ഇറ്റ്. ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യലാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനീഷ്യലി കാണാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എവിടേക്ക് എത്താം, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ പോളറൈസേഷൻ്റെ ഡയറക്ഷൻ ആലോചിക്കുക. ഇതാണ് എൻ്റെ പോളറൈസേഷൻ്റെ ഡയറക്ഷൻ. എനിക്ക് വേണ്ട ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈ ഒരു പോയിന്റിലാണ്. ഈ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന ആംഗിളാണെന്ത്, തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി ഇവിടെ വേറൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, പോളറൈസ്ഡ് ആയിട്ട് മാറും. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അല്ല നമ്മൾ കണ്ടുപിടിക്കുന്ന ആരാ, ഈ പോളറൈസ്ഡ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലാതെ ഈ മെറ്റീരിയലിനെ പോളറൈസ് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. Here we are calculating or we are going to calculate the electric field produced by this polarized material, not the field which causes the material to polarize. ഈ മെറ്റീരിയലിനെ പോളറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. പകരം ഇത്തരത്തിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ചെറിയൊരു ഡൈപോൾ ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെറിയ ഡൈപോൾ ഈ ഒരു R ഡിസ്റ്റൻസ് അകലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ dV, that is the potential produced by a small or single dipole at a distance R from it is equal to 1/4πε0 P dot R cap by R square. ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്, ഡൈപോൾ മൊമെൻ്റ് ആണ്. ആ ഒരു ചെറിയ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ്. ആൻഡ് R ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇത് പോളറൈസ്ഡ് മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പോളറൈസേഷൻ ഉണ്ട് അല്ലേ. പോളറൈസേഷൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അല്ലേ.
യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? എലമെൻ്റൽ വോളിയം, ദാറ്റ് ഈസ് ഡി-ടോ. സോ പോളറൈസേഷൻ ക്യാപിറ്റൽ P ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ p ഡിവൈഡഡ് ബൈ d-ടോ, ദാറ്റ് ഈസ് എലമെൻ്റൽ വോളിയം. ഓർ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് P ഈക്വൽ ടു എന്ത് വരും? പോളറൈസേഷൻ ഇൻറ്റു d-ടോ. ശ്രദ്ധിക്കുക, ഡൈപോൾ മൊമെൻറ്റും പോളറൈസേഷനും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് P ഈക്വൽ ടു പോളറൈസേഷൻ ഇൻറ്റു d-ടോ. Now we will substitute the value of P in equation 1. അതായത് ഇക്വേഷൻ 2 നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം our equation 1 become dv ഈക്വൽ ടു 1/4πε0. ഈ പിക്ക് വരെ നമ്മൾ ആര് കൊടുത്തു എന്ന് പറഞ്ഞത്? പി d-ടോ അല്ലേ? പോളറൈസേഷൻ ഇൻറ്റു d-ടോ. സോ P ഡോട്ട് ആർ ക്യാപ് ഇൻറ്റു d-ടോ. ഇവിടെ ആലോചിക്കുക, d-ടോ എന്ന് പറയുന്ന എലമെൻ്റൽ വോളിയം സ്കേലാർ ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ സ്കേലാറായി കൊടുത്തു. പിന്നെ ആർ ക്യാപ്പ് വെക്ടറാണ്, ഇവിടുത്തെ P എന്താണ്? വെക്ടറാണ്. സോ അത് രണ്ടും കൂടി ഞാൻ എന്ത് ചെയ്തു? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു. സോ ഡി വി ഈക്വൽ ടു 1/4πε0 P ഡോട്ട് ആർ ക്യാപ് d-ടോ ബൈ ആർ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ P എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ആണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് എത്തുമ്പോൾ അതെന്തായി മാറിയിട്ടുണ്ട്? ഇൻ ടേംസ് ഓഫ് പോളറൈസേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ. ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത്തരം ചെറിയ ചെറിയ ടൈനി ഡൈപോൾസുകൾ കൂടി ചേർന്നിട്ടല്ലേ ഈ എൻറ്റയർ പോളറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ടാവുന്നത്. നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് അല്ലേ? ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വി ഹാവ് ടു വോളിയം ഇൻ്റഗ്രേറ്റ്. സോ the total potential due to the polarized material at a distance r from it is V equal to 1/4πε0 volume integral P dot r cap by r square into d-tau. അതായത് ഇക്വേഷൻ 3നെ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ്, വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ പോളറൈസ്ഡ് മെറ്റീരിയൽ ഓർ ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ ഇക്വേഷൻ 4ന് ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടെ മാറ്റാൻ വേണ്ടി ഞാൻ ചെറിയൊരു നമുക്ക് അറിയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പോവാം. അതായത് ഈ ഒരു ഇക്വേഷൻ 4ൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് അല്ലേ? ശരിയല്ലേ? പക്ഷേ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ടേമിന് പകരം ഒരാളെ എനിക്ക് എഴുതാം ഡെൽ ഓഫ് 1/r ഈക്വൽ ടു ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ അതിൻ്റെ വാല്യൂ മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ അല്ലേ എന്ന്. ശരിയാണ്, ഡെൽ ഓഫ് 1/rൻ്റെ വാല്യൂ ആക്ച്വലി മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആണ്, അല്ലാതെ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ അല്ല. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൺസെപ്റ്റിൽ പോയിന്റിൽ നിന്ന് എവേ, റേഡിയലി എവേ എന്നുള്ള കേസിലാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെൽ ഓഫ് 1/r ഈക്വൽ ടു മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുക്കാറ്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമുക്കെന്ന് അറിയുന്നത് എന്താണ്? ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ? വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതായത് എവേ അല്ല, പകരം എന്താണ്? ടുവേർഡ്സ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ നെഗറ്റീവ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിനെ പ്ലസ് ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ കേസിലാണെങ്കിൽ ഡെൽ ഓഫ് 1/rൻ്റെ വാല്യൂ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആണ്. പക്ഷേ ഫീൽഡുകളുടെ കേസിൽ, ഇലക്ട്രിക് ഫീൽഡുകളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്? പൊട്ടൻഷ്യൽ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് എടുത്താൽ മതി. അപ്പോൾ ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഡെൽ 1/r എന്ന് കിട്ടി. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇക്വേഷൻ 4 ബിക്കം പൊട്ടൻഷ്യൽ V ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ P ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിന് വരെ കൊടുത്തു ഡെൽ ഓഫ് 1/r ഇൻറ്റു d-ടോ. നോക്കുക, ഈ ഒരു ഇക്വേഷനിൽ പി ഡോട്ടിന് പീനെ ഞാൻ അതേപോലെ തന്നെ വെച്ചു. ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിന് പകരമാണ് ഞാൻ ആരെ കൊടുക്കുന്നത്? ഡെൽ ഓഫ് 1/rന് കൊടുക്കുന്നത്. d-ടോ അതേപോലെ ഉണ്ട്. സോ ഇക്വേഷൻ 4 എന്തായി മാറി? ഇക്വേഷൻ 5 ആയി മാറി. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റാണ്. നമുക്കറിയാം ഡെൽ ഡോട്ട് എഫ് ഇൻറ്റു എ. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക, എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ ഡൈവേർജൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ? നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ എന്താ പറയുന്നത്?
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. ഇവിടെ നോക്കുക, ഡെൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ തന്നെയാണ്. അപ്പോൾ അതിനും പ്രൊഡക്റ്റ് റൂൾ എന്ത് ചെയ്യാം, സാധ്യമാവുന്ന ആളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രൊഡക്റ്റ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഡെൽ ഡോട്ട് എഫ് ഇൻറ്റു എ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഏതാണ്, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പം ഡെൽ ഡോട്ട് എ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എ, പക്ഷേ എ വെക്ടറാണ്, എഫ് സ്കേലാറാണ്. അപ്പം ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും വരുന്നതാണ് വെക്ടറുകൾ തമ്മിൽ അല്ലേ. അപ്പം അടുത്തത് എന്ത് വരും, ഡെൽ എഫ് ഗ്രേഡിയൻ്റ് ഓഫ് സ്കേലാർ ഫംഗ്ഷൻ. സോ എ ഡോട്ട് ഡെൽ എഫ്. അപ്പോൾ നോക്കുക, ഡെൽ ഡോട്ട് എഫ് എ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡെൽ എഫ്. ഓക്കെ, ഞാൻ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ നോക്കിയേ, പി ഡോട്ട് ഡെൽ ഇൻറ്റു 1/r എന്ന് പറയുന്നത് സ്കേലാറാണ്, 1/r ആണ് അല്ലേ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ രൂപത്തിലല്ലേ ഇത് വന്നിട്ടുള്ളത്. എഫിന് പകരം 1/r എക്ക് പകരം ആരാണ്, പി യു ആണ് അല്ലേ. അപ്പം വാട്ട് വിൽ ബി എ ഡോട്ട് ഡെൽ എഫ്, എ ഡോട്ട് ഡെൽ എഫ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് ഇൻറ്റു എ അല്ലേ, ഡെൽ ഡോട്ട് എഫ് എ ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ, ശരിയല്ലേ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇക്വേഷൻ 5ലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. വേർ എഫ് എന്തായിട്ട് മാറും, എഫ് 1/r ആയിട്ട് റീപ്ലേസ് ചെയ്യും, എ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം, പി ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ക്ലിയർ. അപ്പോൾ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും, വി ഈക്വൽ ടു 1/4πε0 കോമൺ ആണല്ലോ. ഇവിടെ രണ്ട് ടേം വന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കോമൺ ആയിട്ടൊരു ബ്രാക്കറ്റ് ഇടുന്നത്. ഫസ്റ്റ് ടേം അതാ ഡെൽ ഡോട്ട് എഫ് ഇൻറ്റു എ. അപ്പം ഇൻറ്റഗ്രൽ, വോളിയം ഇൻറ്റഗ്രൽ അവിടെ ഉണ്ട്, വോളിയം ഇൻറ്റഗ്രൽ ഡെൽ ഡോട്ട് പി ബൈ ആർ. നോക്കിയേ, എഫിന് പകരം 1/r ഇവിടെ വന്നിട്ടുണ്ട്, എക്ക് പകരം പി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡെൽ ഡോട്ട് പി ബൈ ആർ ഇൻറ്റു ഡി ടോ മൈനസ് എഫ് ആരാ 1/r. വോളിയം ഇൻറ്റഗ്രൽ ഉണ്ടാവുക, ഇതിൻ്റെ കോമൺ വോളിയം ഇൻറ്റഗ്രൽ ആണ്. അപ്പം വോളിയം ഇൻറ്റഗ്രൽ എഫിന് പകരം 1/r, പിന്നെ ഡെൽ ഡോട്ട് എക്ക് വരാറാണ്, എക്ക് വരാറായിരുന്നു പി അല്ലേ. സോ ഡെൽ ഡോട്ട് പി ഇൻറ്റു ഡി ടോ. ഓക്കെ, സോ ഇക്വേഷൻ 5 ഇങ്ങനെയാക്കി ഞാൻ 1/4πε0 ബ്രാക്കറ്റിൽ വോളിയം ഇൻറ്റഗ്രൽ ഡെൽ ഡോട്ട് പി ബൈ ആർ ഡി ടോ മൈനസ് വോളിയം ഇൻറ്റഗ്രൽ 1/r ഡെൽ ഡോട്ട് പി ഇൻറ്റു ഡി ടോ. ഇക്വേഷൻ നമ്പർ 6. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഗോസസ് ഡൈവേർജൻസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. ഗോസസ് ഡൈവേർജൻസ് തിയറം എന്താ പറയുന്നത്, വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് എ ഫംഗ്ഷൻ ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ എന്നാണ് പറയുന്നത്. അപ്പം ബൈ അപ്ലൈയിങ് ഓർ യൂസിങ് ഗോസസ് ഡൈവേർജൻസ് തിയറം നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ ചെറുതായിട്ട് മാറ്റുകയാണ്, ഫസ്റ്റ് ടേമിനെ മാറ്റുകയാണ്. എന്തായിട്ട് മാറും, വോളിയം ഇൻറ്റഗ്രൽ എന്തായിട്ട് മാറും, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ആയിട്ട് മാറും. സോ 1/4πε0 ഇതിനെ ഞാൻ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ പിന്നെ ആരുള്ളത് 1/r ഉണ്ട്, പിന്നെ പി ഡോട്ട് ഡി, കാരണം ഇവിടെ ആർ എന്ന് പറയുന്നത് സ്കേലാറാണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ സ്കേലാറാണ്. പിന്നെ ഇതിനാക്കുമ്പോൾ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ എന്താ വരുന്നത്, പി ഡോട്ട് ഡി എ. വോളിയം ഇൻറ്റഗ്രൽ എന്തായിട്ട് മാറും, സർഫസ് ഇൻറ്റഗ്രൽ ആയിട്ട് മാറും. സോ 1/r ഇൻറ്റു പി ഡോട്ട് ഡി എ മൈനസ് 1/4πε0. ബാക്കി ഇത് അതേപോലെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ടേമിന് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഗോസസ് ഡൈവേർജൻസ് തിയറം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റും. ഈ ഫസ്റ്റ് ടേം നോക്കിയേ, സർഫസ് ടേമാണ് അല്ലേ, പൊട്ടൻഷ്യലാണ് കാണുന്നത്. ഇതൊരു സർഫസ് ടേമാണ് അല്ലെങ്കിൽ സർഫസ് ഇൻറ്റഗ്രൽ ടേമാണ്, ഇതൊരു വോളിയം ഇൻറ്റഗ്രൽ ടേമാണ്. അതായത് ഇത് ആക്ച്വലി ഒരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ പോലെ തോന്നുന്നുണ്ട്. ഇത് വോളിയം ഇൻറ്റഗ്രലാണ്. അപ്പം ഇത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, ഇതൊരു വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുകയാണ്, ഹിയർ ദ ഫസ്റ്റ് ടേം ലുക്സ് ലൈക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം ഈ കേസിൽ നമ്മുടെ സർഫസ് ഇൻറ്റഗ്രലാണ്, അപ്പോൾ സർഫസ് ചാർജാണ് അത് പ്രൊഡ്യൂസ്, കാരണം പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്, ചാർജസ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചാർജുകളാണ്. അപ്പം ഏത് ചാർജുകളാണ്, ഇവിടെ നോക്കുമ്പോൾ സർഫസ് ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് സർഫസിലുള്ള ചാർജുകളായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം സർഫസിലുള്ള ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, വി സർഫസ് ഈക്വൽ ടു 1/4πε0 സർഫസ് ഇൻറ്റഗ്രൽ സിഗ്മ ഡി എ ബൈ ആർ. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ ഈ ടേം കൂടെ ഞാൻ കമ്പയർ ചെയ്യാൻ പോവാം.
അപ്പോൾ കമ്പയർ ചെയ്യുമ്പം 1/4πε0 ഉണ്ട്, സർഫസ് ഇൻ്റഗ്രൽ ഉണ്ട്, ഓക്കെ, ഈ ടേമുകളൊക്കെ ഉണ്ട്. ഡിവൈഡഡ് ബൈ ആർ ഉണ്ട്, അപ്പോൾ ഇവിടെ 1/r ഉണ്ട്, ഓക്കെ, അതുമുണ്ട്. പിന്നെ സിഗ്മ ഡി എക്ക് പകരം ആരാ ഉള്ളത്? പി ഡോട്ട് ഡി എ അല്ലേ? അപ്പോൾ നോക്കിയേ, സിഗ്മ ഡി എ ഈക്വൽ ടു പി ഡോട്ട് ഡി എ. ഈ ഇക്വേഷനും ഫസ്റ്റ് ടേമും ഞാൻ കമ്പയർ ചെയ്തതാണ്. പക്ഷേ ഇവിടെ സ്കേലാറാണ്, ഇവിടെ വെക്ടർ ഉണ്ട് അല്ലേ. ഞാൻ ഈ ഡി എനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റാൻ പോവാണ്. ഡി എ ഈക്വൽ ടു എൻ ക്യാപ്പ് ഇൻറ്റു ഡി എ. ഡി എ വെക്ടറിനെ ഞാൻ എന്താക്കി മാറ്റി? എൻ ക്യാപ്പ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എ ആക്കി മാറ്റി. വേർ എൻ ക്യാപ്പ് ഈസ് ദ യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ്. നമ്മളെപ്പോഴും വെക്ടറിന് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിൻ്റെ ടേമിൽ മാറ്റാം അല്ലേ? എങ്ങനെ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എപ്പോഴും ഡയറക്ഷനെ കാണിക്കുള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അപ്പം നോക്കുക, ഇപ്പോൾ നോക്കിയേ, രണ്ട് സൈഡിലും എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എ ഉണ്ട് അല്ലേ? ഡി എ മാത്രമുണ്ട്. രണ്ട് സൈഡിലും ഡി എ കട്ട് ചെയ്ത് പോയി. സോ സിഗ്മ ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്. സോ സർഫസ് ചാർജ് എന്താ കിട്ടി? സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്. അതായത് പോളറൈസേഷൻ്റെയും യൂണിറ്റ് വെക്ടറിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ സർഫസ് ചാർജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ പോളറൈസേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് എന്ത്? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം ഞാൻ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ ടേം ലുക്സ് ലൈക്ക് ദ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? ലുക്സ് ലൈക്ക് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ, വി വോളിയം പൊട്ടൻഷ്യൽ ഡ്യൂ ടു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ റോ ഡീറ്റോ ബൈ ആർ. റോ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ? അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കി. കമ്പയർ ചെയ്യുമ്പം 1/4πε0 വോളിയം ഇൻ്റഗ്രൽ ഡിവൈഡ് ബൈ ആർ ഉണ്ട്. അതൊക്കെ അവിടെ തന്നെ ഉണ്ട് അല്ലേ? ഇനി ബാക്കി ആരുള്ളത്? റോയ്ക്ക് പകരം ആരുള്ളത്? ഡെൽ ഡോട്ട് പി ആണോ? അല്ല, ഇതാ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പം റോ ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. സോ റോ ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. അപ്പോൾ നമുക്ക് രണ്ട് റിസൾട്ടുകളാണ് കിട്ടിയത്. സിഗ്മ ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്പും റോ ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി എന്നും കിട്ടി. ശരിയല്ലേ? പക്ഷേ ഈ ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റുകളുടെ കേസിൽ, അല്ലെങ്കിൽ പോളറൈസ്ഡ് ഒബ്ജക്റ്റിൻ്റെ കേസിൽ നമ്മൾ പറയും, നമ്മൾ ചുമ്മാ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നോ വോളിയം ചാർജ് ഡെൻസിറ്റി എന്നോ പറയാതെ നമ്മളതിനെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനായിട്ട് പറയും. ഇറ്റ് ഈസ് നോൺ ആസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി. ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാം. അതായത് പോളറൈസേഷൻ്റെ ഫലമായിട്ട്, പോളറൈസേഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സർഫസ് ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റീനെ വിളിക്കുന്ന പേരാണെന്ത്? ബൗണ്ട് ചാർജ്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ബൗണ്ട് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് ദീസ് ആർ ദ ചാർജ് ഡെൻസിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു പോളറൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു കോസ് ആണെന്നുള്ള കേസ് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി പകരം ഞാൻ എന്ത് പറഞ്ഞു? ബൗണ്ട് ചാർജ് അല്ലേ? സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി സിഗ്മ ബി ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്. ഞാൻ എന്താ വിളിച്ചതിനെ? സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഡെൻസിറ്റികളെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ രണ്ട് ഡെൻസിറ്റികളാണ് ഈ പോളറൈസ്ഡ് ഒബ്ജക്റ്റിലെ ഈ രണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റിയും, അല്ലെങ്കിൽ സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുമാണ് സത്യം പറഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ കിട്ടിയല്ലോ. ഇനി ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? വി വിൽ കാൽക്കുലേറ്റ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. സോ ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി. അതായത് ഈ വി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇക്വേഷൻ 7 ഏതാ? ഇതാ ഈ ഇക്വേഷൻ 7 പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആക്കി എടുക്കാം. നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ബേസിക് ആയിട്ട് ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ കാണാൻ നമുക്ക് ശരിക്കും ആരൊക്കെ മതി? സിഗ്മ ബിയും അതേപോലെ റോ ബിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കിട്ടും. ആ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോളറൈസ്ഡ് ഒബ്ജക്റ്റും കിട്ടും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് എങ്ങനെയാണ് ഈ ഒരു പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാണാമെന്നുള്ളത് നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് മെയിനായിട്ട് എന്താണ്?
ഹൗ ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ആദ്യം കണ്ടു. പൊട്ടൻഷ്യൽ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുമെന്ന് മനസ്സിലായി. ഓക്കെ.